സിറിയയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. 50 വർഷം നീണ്ട അസദ് ഭരണത്തിനാണ് ദിവസങ്ങൾ നീണ്ട വിമത മുന്നേറ്റത്തിലൂടെ തിരശ്ശീല വീണത്. അതിന്റെ അമ്പരപ്പിലാണ് സിറിയയും ലോകവും. പശ്ചിമേഷ്യ അതിസങ്കീർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ വിമത ഗ്രൂപ്പിന്റെ നീക്കം ലോകം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. എന്നാൽ അതിശയിപ്പിക്കുന്ന പ്രസ്താവനകളാണ് വിമത നേതാവ് ജോലാനി നടത്തുന്നത്. സിറിയ ആരെയും ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സിറിയൻ മണ്ണ് ആക്രമണത്തിലുള്ള താവളമാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജോലാനി വ്യക്തമാക്കി. ജോലാനിയുടെ നിലപാട് പലരെയും നിരാശപ്പെടുത്തിയെന്ന് വേണം കരുതാൻ. വിമത ഗ്രൂപ്പിന്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ അവർ എല്ലാ ഭാഗത്തു നിന്നും ഭീഷണി നേരിടുന്നുണ്ട്. ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും താമസിയാതെ തുർക്കിയിൽ നിന്നും. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ സിറിയയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. സിറിയൻ അതിർത്തിക്ക് സമീപം അദ്ദേഹം സൈനികരെ വിന്യസിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടാണത്. തുർക്കി ഇതുവരെ വിമതർക്കൊപ്പമായിരുന്നു. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു നിലപാട് മാറ്റം? സിറിയയിലെ കുർദുകളെ നിർവീര്യമാക്കാനാണ് തുർക്കിയുടെ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുർദുകൾ പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വിഭാഗമാണ്. ഇറാനിലും തുർക്കിയിലും സിറിയയിലും ഇറാഖിലും കുർദുകളുണ്ട്. സിറിയൻ കുർദുകൾക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ട്. വടക്കൻ സിറിയയുടെ ഗണ്യമായ ഭാഗങ്ങൾ അവർ നിയന്ത്രിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടാൻ അവർ അമേരിക്കയെ സഹായിക്കുന്നു. എന്നാൽ കുർദുകൾ തീവ്രവാദികളാണെന്നാണ് എർദോഗൻ പറയുന്നത്. അവരെ തുർക്കിയുടെ അതിർത്തിയിൽ നിന്ന് അകറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹം മുമ്പ് സംസാരിച്ചിരുന്നു. തുർക്കിയും സിറിയയും തമ്മിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇപ്പോൾ തുർക്കി സൈനിക വിന്യാസം നടത്തുകയാണ്. അധിനിവേശ സാധ്യത നിലനിൽക്കുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സിറിയയിൽ കുർദിഷ് തീവ്രവാദ ഗ്രൂപ്പുകളെ തഴച്ചു വളരാൻ അനുവദിക്കില്ലെന്ന് എർദോഗൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിനും കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിക്കും തീവ്രവാദികൾക്കുമെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. രണ്ട് ഭീകര സംഘടനകളെയും പരാജയപ്പെടുത്തിയ ഒരേയൊരു രാജ്യം തുർക്കിയാണ്. ഈ സംഘടനകളെ വളരാൻ ഞങ്ങൾ തീർച്ചയായും അനുവദിക്കില്ലെന്നാണ് എർദോഗൻ പറഞ്ഞത്. ഇപ്പോൾ കുർദുകൾ ആശങ്കയിലാണ്. ഒരു ഉന്നത സിറിയൻ കുർദിഷ് ഉദ്യോഗസ്ഥൻ ഡൊണാൾഡ് ട്രംപിന് കത്തയച്ചു. നിങ്ങൾ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഭൂമിയിൽ നിയന്ത്രണം സ്ഥാപിക്കുകയാണ് തുർക്കിയുടെ ലക്ഷ്യം, കത്തിൽ പറയുന്നു. തങ്ങൾ ദുർബലരാണെന്ന് കുർദുകൾക്ക് നന്നായി അറിയാം. അവർ ഇതിനകം ചില സിറിയൻ നഗരങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു. തുർക്കി യുദ്ധത്തിനിറങ്ങിയാൽ അത് കൂടുതൽ വഷളാകും. അതുകൊണ്ടാണ് അവർ ഡൊണാൾഡ് ട്രംപിന്റെ സഹായം തേടുന്നത്. എന്നാൽ ട്രംപ് കുർദുകളെ സഹായിക്കുമോ? ചരിത്രം പരിശോധിക്കുമ്പോൾ അനുകൂല നിലപാടുണ്ടാവാൻ സാധ്യത കുറവാണ്. 2019 ട്രംപ് സിറിയയിൽ നിന്ന് US സൈനികരെ പിൻവലിച്ചു. തുർക്കിയുടെ ആക്രമണത്തെയും അദ്ദേഹം എതിർത്തില്ല. US തീരുമാനത്തിൽ കുർദുകൾ അമ്പരന്നു. വർഷങ്ങൾ ഒരുമിച്ച് പോരാടിയ ശേഷം അമേരിക്ക തങ്ങളെ ഒറ്റുകൊടുക്കുകയാണെന്ന് അവർ ആരോപിച്ചു. ട്രംപ് വീണ്ടും ഇത് ചെയ്യുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും തിങ്കളാഴ്ച അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. സിറിയയുടെ ഭാവിയിൽ തുർക്കി ഒരു പ്രധാന പങ്കുവയ്ക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. സിറിയയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. സിറിയയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ സിറിയയുടെ താക്കോൽ തുർക്കി കൈവശം വയ്ക്കുമെന്ന് താൻ കരുതുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം ഇത് പറഞ്ഞത് നല്ല അർത്ഥത്തിലാണോ അതോ എർദോഗനുള്ള മുന്നറിയിപ്പാണോ? എല്ലായ്പ്പോഴും എന്ന പോലെ ട്രംപ് വ്യക്തത വരുത്താൻ കൂട്ടാക്കിയിട്ടില്ല. അതിനാൽ കുർദുകൾക്ക് കാര്യങ്ങൾ അത്ര നല്ലതല്ല.